ബ്ലാക്ക് ബീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിൻ്റെ സൗന്ദര്യം. നിങ്ങൾ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കറുത്ത പെബിൾസ്, ആ പെബിൾസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ മെല്ലെ വലതുവശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അതായത് ഭൂമിയിലേക്ക് ഒരു 56 മീറ്റർ താഴ്ചയുള്ള ഒരു കുഴി. ഈ കേവിനുള്ളിലുള്ള പാറകളൊക്കെ നല്ല കറുത്ത നിറത്തിലാണ്. ഈ കറുത്ത നിറത്ത പാറകളുടെ ഉള്ളിൽ നല്ല വെളുത്ത ഐസ് ഉണ്ടാവും. കുറേ ദൂരം നടക്കുമ്പോൾ പെട്ടെന്ന് ചില സ്ഥലത്ത് മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഭൂമിയിൽ നിരപ്പിൽ നിന്ന് ഈ ഗുഹയിലേക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. പക്ഷെ അതുകൂടെ ഒരാൾ വന്ന് വീണാൽ നേരെ താഴേക്ക് വീഴും. എവിടെയും പിടിക്കാനോ ഒന്നും ഇല്ലാണ്ടുള്ള ചില ഓപ്പണിങ്സ് ഉണ്ട് ഈ കേവിന്. ഇത് പറയുന്നത് റിലേറ്റീവ്ലി ഇത് യങ്ങറാണെന്നാണ് പറയുന്നത്. ഇതിന് 3000 വർഷം പ്രായമുണ്ട്. പക്ഷെ റിലേറ്റീവ്ലി യങ്ങസ്റ്റ് ആണെന്നാണ് പറയുന്നത്. യങ്ങറാണ് ഈ ക്രേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ റെയിൻബോ വാട്ടർഫോൾസിൽ നിന്ന് പുറപ്പെട്ടു. ഇനി കാണാൻ പോകുന്ന സ്ഥലം എന്നെ കുറച്ച് ഫിലോസഫിക്കലാക്കി. നമ്മൾ സ്ഥിരമായി മഴവില്ലുള്ള വെള്ളച്ചാട്ടം കണ്ടു, ഭയങ്കര മനോഹരമായ ലാൻഡ്സ്കേപ്പുകളിലൂടെ യാത്ര ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, പകലിന് രാത്രി ഉള്ളതുപോലെ, നന്മയ്ക്ക് തിന്മയുള്ളതുപോലെ, പോസിറ്റീവിന് നെഗറ്റീവ് ഉള്ളതുപോലെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. നോർത്തിന് സൗത്ത് ഉള്ളതുപോലെ, സൗത്തിന് നോർത്ത് ഉള്ളതുപോലെ. നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ബീച്ചുകൾ, കേരളം മൊത്തം ഒരു വലിയ ബീച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന കടലോരമുള്ള സ്ഥലമാണ് നമ്മുടെ. ആ കടൽ തീരങ്ങളിൽ പലതും നല്ല പഞ്ചാര മണൽ തീരങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ വലിയ തിരമാലകൾ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ തിരമാലകൾ കുറവായിരിക്കും. ഇപ്പോൾ കോവളത്തൊക്കെ പോയാൽ തിരമാലകൾ കുറവാണ്, തിരമാലകൾക്ക് ശക്തി കുറവാണ്. വർക്കല ബീച്ച്, കോവളം ബീച്ച്, മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂർ ബീച്ച്, കോഴിക്കോട് കാപ്പാട് ബീച്ച്, അങ്ങനെ ഒരുപാട് ബീച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല മണൽ, വെളുത്ത മണലുള്ള ബീച്ചുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വർക്കലയിൽ നമുക്ക് ചെറിയ ചെങ്കൽ മൗണ്ടൻസ് ഉള്ള, ചെങ്കൽ തിട്ടയുള്ള ബീച്ചുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ മയാമി ബീച്ച് കണ്ടിട്ടുണ്ട്, വേൾഡിലെ പ്രശസ്തമായ പല ബീച്ചുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ബീച്ച് ആണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. അത് കറുത്ത ബീച്ചാണ്, ബ്ലാക്ക് ബീച്ച്. ബ്ലാക്ക് ബീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അതിൻ്റെ സൗന്ദര്യം. നിങ്ങൾ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. കറുത്ത പെബിൾസ്, ആ പെബിൾസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രയും ഭംഗിയാണ്. അത് ഒന്നോ രണ്ടോ കറുത്ത പെബിൾ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പിടി കറുത്ത മണൽ കിടക്കുന്ന പോലെയല്ല. ഒരു ബീച്ച് മുഴുവൻ കറുത്ത മണലാണ്. ആ ബീച്ചിനോട് ചേർന്നുള്ളത് കറുത്ത പാറക്കെട്ടുകളാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ പാറക്കെട്ടുകളല്ല. കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ പോകുമ്പോൾ കറുത്ത ഹലുവ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതുപോലത്തെ പാറകളാണ്. അതുപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ പാറകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പെബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ളതും ചെറുതും വളരെ ചെറിയതും പിന്നെ മണലും, അങ്ങനെ പല തരത്തിലുള്ള കറുത്ത മണലും പെബിൾസും ഉള്ള ബീച്ച് അതിമനോഹരമാണ്.
ഈ ബീച്ചിൽ ഈ പാറകളുടെ കേവുകളുണ്ട്. അതിൻ്റെ ട്യൂബ് എന്നാണ് പറയുന്നത്, ലാവ ട്യൂബ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് ഇങ്ങനെ ഉള്ളിലേക്ക് അതിൻ്റെ മോൾ ഭാഗമൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ തട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ചതുരാകൃതിയിലുള്ള ഇപ്പോൾ ഒരു മരമൊക്കെ ഇരുന്നിട്ടുള്ള ചതുര ഷേപ്പ് ഉണ്ടാവില്ലേ, അതുപോലെ പാറകൾ, ഇങ്ങനെ കറുത്ത പാറകൾ അതിമനോഹരമാണ്. അതുപോലെ ഈ പാറകളിൽ നിന്ന് കടലിലേക്ക് തള്ളിയിട്ട് കടലിലേക്ക് മാറിയിട്ട് പില്ലർ പോലെ കറുത്ത പില്ലറുകൾ പോലെ നിൽക്കുന്നുണ്ട്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഞങ്ങൾക്ക് അവിടെ ആകെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് ഭയങ്കര സങ്കടം. ഇരുട്ടാവുന്നതിന് കുറച്ച് മുമ്പാണ് ഞങ്ങൾ എത്തിയത്. രണ്ടാമത്തെ കാര്യം, ആ സ്ഥലത്ത് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടും കിടുകിടാന്ന് വിറയ്ക്കുന്ന പോലെയുള്ള തണുപ്പാണ്. ആ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ പച്ച, മഞ്ഞ, ചുവപ്പ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ പച്ച ലൈറ്റാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോവാം. മഞ്ഞ ലൈറ്റാണെങ്കിൽ കുറച്ച് കെയർഫുൾ ആവണം. റെഡ് ലൈറ്റാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനേ പാടില്ല. കാരണം ഈ ബീച്ചിൽ ആ സമയത്ത് ഞങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ പച്ച ലൈറ്റായിരുന്നു. അപ്പോൾ വളരെ ചെറിയ തിരകൾ മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷേ വിചാരിക്കാത്ത സമയത്ത് ഇത്തിരി തിരകൾ ശക്തി കൂടും. അതാണ് യെല്ലോ ലൈറ്റിൻ്റെ ടൈം. അത് കഴിഞ്ഞാൽ ഒരു 21 തിരകൾ ഒരല്പം ശക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ തിര വരും. അത് നേരെ ഒരാളെയൊക്കെ വലിച്ച് കടലിനകത്തേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ളതാണ്. അത് കൂടുതൽ തീരത്തേക്ക് കയറി അടിക്കുന്ന തിരകളാണ്. ആ തിരകളുടെ സമയമാകുമ്പോഴാണ് റെഡ് ലൈറ്റ് വരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് അപകടമുള്ള സ്ഥലമാണ്. അവിടെ കടലിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കടലിൽ നിന്ന്, തിരയിൽ നിന്നും 30 മീറ്റർ വരെ നമുക്ക് അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അതിനടുത്ത് പോയിട്ട് ഈ കാല് നനയ്ക്കിയ പരിപാടികളൊന്നും നടക്കില്ല. കാരണം അതിശക്തമായ അണ്ടർ കറണ്ട് ഉള്ള സ്ഥലമാണ് അവിടെ. അതുപോലെ കെറ്റ്ല എന്ന് പറയുന്ന വൾക്കാനോ, എന്ന് പറയുന്ന വൾക്കാനോ 10,000-3000 വർഷങ്ങൾക്ക് മുമ്പ്, 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ചിട്ട് അതിൽ നിന്നുള്ള ലാവ, തിളച്ച് മറിഞ്ഞ ലാവ ഈ തണുത്തുറഞ്ഞ അറ്റ്ലാന്റിക് ഓഷനിൽ വന്ന് മുട്ടുകളോട് കൂടിയിട്ട് ഉറഞ്ഞുപോയി. അതിൻ്റെ ചൂടാറി അത് പാറയായിട്ട് മാറിയതാണ് ഈ കാണുന്ന കറുത്ത പെബിൾസും മണലും ഒക്കെ. ഈ ലാവ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിളച്ചു മറിഞ്ഞ് ആർത്ത് ഇങ്ങനെ പതഞ്ഞ് ഈ വന്ന് കയറുന്നത് അറ്റ്ലാന്റിക് ഓഷനിലേക്കാണ്. അറ്റ്ലാന്റിക് ഓഷൻ നല്ല തണുത്ത കടലാണ്. ആ കടൽ ഈ ലാവയെ മൊത്തം അങ്ങ് ഘനീഭവിപ്പിച്ചതിന് ശേഷം വർഷങ്ങൾ അതിൻ്റെ മീതെ തിരകൾ കൊണ്ട് തല്ലി അതിൽ കേവ്സും ലാവയെ തല്ലിപ്പൊടിച്ച് ആണ് ഇന്ന് കാണുന്ന പെബിൾസും ഈ കറുത്ത ബീച്ചും ഉണ്ടായത്. എത്രയോ നൂറ്റാണ്ടുകളിലെ പ്രകൃതിയുടെ കലാപരിപാടിയാണ്. അതൊരു മനസ്സിനെ തണുപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ഉണ്ണിയും നൗഷാദും നാസിയും ഒക്കെ അവരെനിക്ക് അവിടെ വന്നതിന് ശേഷം കിട്ടിയില്ല. അത് കാരണം എൻ്റെ ഒരു നല്ല വീഡിയോ പോലും ആ ബീച്ചിൽ ഇല്ല. കാരണം ഇവന്മാർ നാസി മറ്റേ റീൽസ് വീക്ക്നെസ്സുള്ള ആളാണല്ലോ. ഈ ഉണ്ണിയും നൗഷാദും അവൻ്റെ കൂടെ കൂടിയിട്ട് അവർ 3 പേരും ഇങ്ങനെ ആ ബീച്ചിലൂടെ ഓടി നടന്നിട്ട് എന്തൊക്കെയോ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റീൽസ് എടുത്ത് കളയാൻ സമയമില്ല. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ടും അവരുടെ കൂടെ ഓടാൻ അത്ര ധൈര്യമില്ലാത്തതുകൊണ്ടും ഞാനിവിടെ വന്നിട്ട് വീഡിയോ എടുത്തു. കാരണം ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്ന് 1 മിനിറ്റ് പോലും കളയാനില്ല. അത്രയും ഈ പാറക്കെട്ട് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സ്ക്വയർ ദീർഘചതുരാകൃതിയിൽ പാറ ഇങ്ങനെ വെട്ടി വെച്ച ഒരു ശില്പി
വെട്ടി വെച്ചതുപോലെ ആണ്, ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെ ഇരിക്കുകയാണ്. പിന്നെ ഈ ടൂറിസ്റ്റുകളുടെ ബഹളമാണ്. അപ്പോൾ നമുക്കൊരു ആളില്ലാണ്ട് ആളൊഴിഞ്ഞൊരു ഫ്രെയിമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പാടാണ്. ഒരു ആയിട്ട് ആ കേവിൻ്റെ ഒരു ഒരു ഫോട്ടോ എടുക്കാൻ പോയാൽ ആ നേരത്ത് കൃത്യമായിട്ട് ആരെങ്കിലും രണ്ടുപേര് കയറും. എന്നാൽ ഫോട്ടോ എടുത്ത് വേഗം ഇറങ്ങില്ല, അവിടെ തന്നെ ചുറ്റിക്കളിച്ച് നിൽക്കും. ചിലപ്പോൾ അവർ കിടന്ന് ഭയങ്കര കിസ്സിങ് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കും. അപ്പം നമുക്ക് പിന്നെ അവരോട് മാറിപ്പോകാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ കേവിൻ്റെ ഉള്ളിൽ ഈ കടലിലെ സീകളൊക്കെ മുട്ടയിടാനോ മറ്റോ ഇരിക്കുന്നതൊക്കെ എനിക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തണുപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. ഞങ്ങളവിടുന്ന് ഞങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു മടങ്ങി. ബ്ലാക്ക് ബീച്ചിൽ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓരോ ചൂട് കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയത് ലാവ ടണലിലേക്കാണ്. ഈ ലാവ ട്യൂബ് ഒരു 30 മിനിറ്റ് റെക്ജവിക്കുന്ന 30 മിനിറ്റ് അകലെയാണ്. അതായത് ഞങ്ങളിപ്പോൾ പോയ ബ്ലാക്ക് ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ച് റെക്ജവിക്കിൻ്റെ ഡയറക്ഷനിൽ വന്നിട്ടാണ് ഈ ലാവ ട്യൂബിലേക്ക് വരുന്നത്. ലാവ ട്യൂബ് 5200 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്നാണ് കണക്ക്. ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാവുകയും ലാവാപ്രവാഹം ഉണ്ടാവുകയും ലാവാപ്രവാഹം ഭൂമിക്ക് അടിയിലൂടെ ഒരു ടണലുണ്ടാക്കിയിട്ട് ഒഴുകുകയും പിന്നീട് അത് ഉറക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുള്ള ടണലാണ്. 5200 വർഷം മുമ്പ് ഉണ്ടായതാണ്. പിന്നീട് അത് എത്രയോ കാലം കൊണ്ട്, ചിലപ്പോൾ 500-1000 വർഷം കൊണ്ടായിരിക്കും അത് ഉറഞ്ഞ് ഇന്ന് കാണുന്ന രൂപത്തിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ഓഫീസൊക്കെ മേലെയുണ്ട്. ആ ബിൽഡിങ്ങിൽ ചെന്നിട്ട് നമുക്ക് ഹെൽമെറ്റ് തരും. ഹെൽമെറ്റ് വെക്കണം, കയ്യിലൊരു വടി തരും, ഇരുമ്പിൻ്റെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് തരും, പിന്നെ ഒരു ടോർച്ച്, അത് ഈ ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ടോർച്ച് ഉണ്ട്, ആ ടോർച്ച് തരും. അങ്ങനെ അതെല്ലാം വെച്ചിട്ടേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുള്ളൂ. കാരണം ഈ ടണലിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ വിചാരിക്കാത്ത അത്രയും ഉയരം കുറവുണ്ടാവും. ഈ ലാവ ഉറഞ്ഞ് താണൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ പോയി തലയിടിച്ച് തലയ്ക്ക് പരുക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽമെറ്റൊക്കെ വെക്കുന്നത്. ഇത് ഐസ്ലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ടണലാണ്. 1360 മീറ്റേഴ്സാണ് ഈ ടണലിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാം. അപ്പോൾ യാത്രികരെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മുൻപിൽ ഗൈഡുണ്ട്. അവർ മൈക്കൊക്കെ അവരുടെ ബോഡിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള മൈക്കുണ്ട്. ആ മൈക്കിൽ കൂടെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ മുമ്പിൽ പോകും. ഏറ്റവും പുറകിലൊരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ഈ എല്ലാ യാത്രക്കാരും സഞ്ചാരികളും സുരക്ഷിതരല്ലേ എന്ന് വാച്ച് ചെയ്തിട്ട് പുറകിൽ നടക്കും. അങ്ങനെ ഞാൻ നടക്കുന്നതിൻ്റെ പുറകിലായിരുന്നു ഇയാൾ. അപ്പോൾ ഇയാൾ വന്ന് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഈ ടണലിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കി സ്വിച്ച് അമർത്തിയപ്പോൾ എൻ്റെ ലൈറ്റ് കത്തിയില്ല, ബാക്കി എല്ലാവരുടെയും കത്തിയിട്ടുണ്ട്. അപ്പോൾ അയാൾ സോറി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലേന്ന് ആ ഹെൽമെറ്റിൽ നിന്ന് ആ ലൈറ്റ് ഊരിയെടുത്തിട്ട് അയാൾ തിരിച്ച് ഓടിപ്പോയി ഇത് മാറ്റി കൊണ്ടുവരാൻ വേണ്ടി. ഞാൻ അവിടെ വന്ന് ബാക്കി എല്ലാവരും ഇറങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അയാൾ പോയിട്ട് വേറെ ഒരു ലൈറ്റ് കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ പുറകിലിറങ്ങി. അപ്പോൾ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് ഒരു ചെറിയ കിണർ ചരിച്ച് കുഴിച്ചതുപോലെയുള്ളൊരു ദ്വാരമാണ് താഴേക്ക് ഇറങ്ങാൻ. അപ്പോൾ അതിൽ ഒരു ഇരുമ്പുകൊണ്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി താഴെ പോകുമ്പോൾ നമുക്കറിയാം ഒരു കേവാണ്. സാധാരണ നമ്മുടെ മണ്ണിൻ്റെ ഗുഹകൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ പാറയുടെ ഉള്ളിലുള്ള ഗുഹകൾ പോലെയല്ല ഇത്. ഈ ലാവ ഉരുകി ഒലിച്ചു പോയ ഒരു സാധനം ഉണ്ടാക്കിയൊരു കേവാണ്. ഈ ഉരുകി ഒലിച്ചിരുന്ന ലാവ ഉറയ്ക്കുന്ന സമയത്ത് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലാണ് ഇതിനുള്ളിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ താഴെയും മീതിയും സൈഡിലൊക്കെ റഫ് എഡ്ജസ് ഉള്ള
ഇതിനുള്ളിലൂടെ ഇങ്ങനെ പോവും. കുറേ ദൂരം നടക്കുമ്പോൾ പെട്ടെന്ന് ചില സ്ഥലത്ത് മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഭൂമിയിൽ നിരപ്പിൽ നിന്ന് ഈ ഗുഹയിലേക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. പക്ഷെ അത് കൂടെ ഒരാൾ വന്ന് വീണാൽ നേരെ താഴേക്ക് വീഴും. എവിടെയും പിടിക്കാനോ ഒന്നും ഇല്ലാണ്ടുള്ള ചില ഓപ്പണിങ്സ് ഉണ്ട് ഈ കേവിന്. അങ്ങനെ ആ കേവിലൂടെ ഈ 1360 മീറ്റർ നമ്മൾ അങ്ങേറ്റം വരെ നടക്കും. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോരും. പക്ഷെ ഭയങ്കര രസമുള്ള ഈ റോക്ക് ഫോർമേഷൻസ്, ചിലതിന് വേറെ തരം കളറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പോയത് സമ്മറിലാണ്. എന്നിട്ട് തന്നെ ഒരു 5, 6 ഒക്കെയാണ് അവിടുത്തെ അന്തരീക്ഷ ഉഷ്ണമാവും. പക്ഷെ മഞ്ഞുകാലത്ത് ഇത് മൈനസിലേക്ക് പോവുകയും ഇതിനുള്ളിൽ ഐസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴായിരിക്കും ശരിക്കുള്ള ഭംഗി. എന്ന് വെച്ചാൽ ഈ കേവിനുള്ളിലുള്ള പാറകളൊക്കെ നല്ല കറുത്ത നിറത്തിലാണ്. ഈ കറുത്ത നിറത്ത പാറകളുടെ ഉള്ളിൽ നല്ല വെളുത്ത ഐസ് ഉണ്ടാവും. ഈ വെള്ളം ഉറഞ്ഞ ഐസായിട്ട് വെളുത്ത ഐസ് ഉണ്ടാവും. അപ്പോൾ ഈ കറുപ്പ് പാറയും വെളുത്ത ഐസും ഇതിൽ ചില ലവണങ്ങളും ധാതുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചില സ്ഥലത്ത് ഒരു ബ്ലൂ കളർ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലാക്ക്, വൈറ്റ്, ഈ ബ്ലൂ കളർ, അങ്ങനെ ഈ കേവ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കളർഫുൾ തിങ് ആവും. ഇപ്പോൾ ആ വൈറ്റ് ഇല്ല, ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ ഓൾറെഡി ലൈറ്റ് അപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കളേഴ്സ്, ചില മജന്ത കളറൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ചെയ്തിട്ട്. ഭൂമിയുടെ അടിയിലൂടെയുള്ള ഒരു നടത്തം നമുക്ക് ആസ്വദിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി വന്നു. മുകളിൽ വന്ന് ഈ ഹെൽമെറ്റും ലൈറ്റും സ്റ്റിക്കും ഒക്കെ അവിടെ ഏൽപ്പിച്ച് അവിടെ നിന്ന് അഗെയിൻ കോഫി ഷോട്ടുകളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് വൾക്കാനിക് ക്രേറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അത് നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. ഇങ്ങനെ ഹെക്ടിക്കായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പല ബീച്ചിൽ പോയപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ കേവ് കൂടെയുള്ള നടത്തത്തിൻ്റെ ഒരു സ്ട്രെയിൻ, അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ചൊരു മടുപ്പോട് കൂടിയിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്ലെയിൻ ലാൻഡാണ്, ഒന്നും കാണാനൊന്നുമില്ല. 2 സൈഡിലേക്ക് വഴി പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഗൈഡൊന്നും കൂടെ വന്നില്ല, നിങ്ങൾ പോയി കണ്ടുവരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടു. അപ്പോൾ കുറേ പേര് മുകളിലേക്കുള്ള ഡയറക്ഷനിലേക്ക് പോയി. എനിക്ക് കയറാൻ മടി തോന്നിയിട്ട് ഞാൻ താഴേക്കുള്ള സ്റ്റെപ്പിലൂടെ ഇറങ്ങി. അങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുഖത്തൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങനെ മെല്ലെ വലതുവശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അതായത് ഭൂമിയിലേക്ക് ഒരു 56 മീറ്റർ താഴ്ചയുള്ള ഒരു കുഴി. ആ കുഴിയിൽ പച്ച കളറിൽ നീല കളറിൽ ഉള്ള വെള്ളം.
ഒരു വലിയൊരു പാത്രം, ഒരു ചെമ്പ്, ഇങ്ങനെ ഭൂമിയുടെ ഒരു ചെമ്പ്, അതിൻ്റെ അടിയിൽ വെള്ളം, അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് ഈ സ്റ്റെപ്പ് കെട്ടിയിട്ട് നമ്മൾ ഒരു പകുതി വഴിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്. ഞാൻ അതിൻ്റെ ഒരു റീല് ഷൂട്ട് ചെയ്തിട്ട് അത് ഞാൻ ഇൻസ്റ്റയിലിട്ടിട്ട് കുറേ ലൈക്സൊക്കെ കിട്ടിയിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത്രയും ഭംഗിയായിരുന്നു. ഇതിന് ക്രേറ്റർ, വൾക്കാനിക് ക്രേറ്റർ എന്നാണ് പറയുന്നത്. ഇത് ഇറപ്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതല്ല അത്ര. ഇത് ഈ വൾക്കാനിക് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും. ഈ പൊട്ടിത്തെറിക്കുന്നതിന് പകരം ഉള്ളിലേക്ക് ഇങ്ങനെ വലിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അങ്ങനെയുള്ള ഉൾവലിയലുണ്ടാവുന്നതാണ് ഈ ക്രേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് 3000 വർഷം പഴക്കമുള്ള ക്രേറ്ററാണ്. 3000 years. അതായത് ജീസസ് ക്രൈസ്റ്റ് ജനിക്കുന്നതിനും 975 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള സാധനമാണ് ഈ ക്രേറ്റർ. ഇത് 270 മീറ്റർ നീളവും 170 മീറ്റർ വൈഡും 55 മീറ്റർ ഡെപ്തും ഉള്ളതാണ്. ഇത് പറയുന്നത് റിലേറ്റീവ്ലി ഇത് യങ്ങറാണെന്നാണ് പറയുന്നത്. ഇതിന് 3000 വർഷം പ്രായമുണ്ട്, പക്ഷെ റിലേറ്റീവ്ലി യങ്ങസ്റ്റ് ആണെന്നാണ് പറയുന്നത്. യങ്ങറാണ് ഈ ക്രേറ്റർ എന്നാണ് പറയുന്നത്. ഞങ്ങൾ പിന്നെ ഇതൊരു മധ്യ ലെവൽ വരെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടോപ്പിലേക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചയും ഇങ്ങനെ കാണുന്ന കാഴ്ചയും അതിമനോഹരമാണ്. വീണ്ടും താഴേക്ക് ഇറങ്ങി പോവാം, ഏറ്റവും അടിയിൽ ഈ വെള്ളത്തിനടുത്തേക്ക് പോവാം. അപ്പോൾ ആ വഴി ഇറങ്ങി ഏറ്റവും അടിയിലും പോയി അവിടെ നിന്നിട്ടും കുറേ ഫോട്ടോ എടുത്തു. പക്ഷേ നടുവിലുള്ള കാഴ്ച തന്നെയാണ് ഭംഗി. പിന്നെ ഏറ്റവും മുകളിൽ പോവാം. ഇത്രയും താഴെ ഇറങ്ങി തിരിച്ച് മുകളിൽ കയറിയപ്പോഴേക്കും പിന്നെ അതിൻ്റെ മീതയ്ക്ക് കയറാനുള്ള ഒരു മടി കാരണം ഞാൻ അതിൻ്റെ മീതയ്ക്ക് പോയില്ല. ആ മുകളിലത്തെ റിമ്മിൽ പോയി കഴിഞ്ഞാൽ താഴേക്കുള്ള കാഴ്ച നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ സെൻറ്ററിലെ കാഴ്ച തന്നെ അതിമനോഹരമാണ്. താഴോട്ടും മുകളിൽ ആ സ്കൈയും ആയിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്.